അപ്പം സുഹൃത്തുക്കളെ, നമ്മുടെ ഒന്നിച്ച് വലിയൊരു അഭിമാന നിമിഷത്തിലാണ് ഉള്ളത്. കാരണം നവോദയ വിദ്യാലയ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് 3 കുട്ടികൾ എൻ്റെ ഒപ്പം ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് അസി പ്രേംജി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരാണ്. ഈ നവോദയ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഈ കുട്ടികളെ വീണ്ടും കണ്ടുമുട്ടിയത് അസി പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ്. ഒന്ന് പൂജ, ഒന്ന് ശാലിൻ, മറ്റേത് അഭിജയ്. ഇവർ മാഹി നവോദയ വിദ്യാലയയിലാണ് പഠിച്ചത്. ഇവരോട് തന്നെ ചോദിക്കാം, നിങ്ങൾ അസി പ്രേംജി യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ വന്നു, ഇവരുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ഒരുപാട് കുട്ടികൾക്ക് പിന്നീട് പ്രയോജനപ്പെടും. കാരണം ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസ് സാധാരണക്കാരായ കുട്ടികളിൽ എത്താൻ വേണ്ടിയിട്ട് ഇവരിലൂടെ നടത്തുന്ന ഒരു പ്രചരണം തന്നെയാണ്. കാരണം ഇവിടെ ഫുൾ സ്കോളർഷിപ്പ് മുതൽ എല്ലാ ഫെസിലിറ്റിയും കുട്ടികൾക്കുണ്ട്. നല്ല രീതിയിൽ അക്കാദമിക്ക് പോകുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, പൂജ ഏത് വർഷമാണ് വന്നത്? പൂജ ഏത് വർഷമാണ് പഠിച്ചത്? 2023 അല്ലേ ഇവിടെ കയറിയത്? ഏത് സമയമായിരുന്നു എൻ്റെ എൻട്രൻസ് ഉണ്ടായിരുന്നത്? സാർ യു ക്യാൻ കം ടു ക്ലോസ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് അത് ഏത് മാസമായിരുന്നു? മാർച്ചിൽ. ഓക്കെ, ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു? 3 പാനൽ. ഔട്ട് ഓഫ് ദി ബോക്സ്. ഈ അക്കാദമിക് സബ്ജക്റ്റ് ഒന്നുമല്ല. പിന്നെ എക്സാം പറയുമ്പോൾ എല്ലാവർക്കും ഒരു എക്സാം. ഏത് സബ്ജക്റ്റിനായാലും ഒറ്റ എക്സാമേ ഉള്ളൂ. ഓക്കെ. എങ്ങനെ അത് എന്ത് പ്രിപ്പയർ ചെയ്യണമെന്നില്ല? നമ്മുടെ മാത്സ്, ജനറൽ അനാലിസിസ് അല്ലേ? ഓക്കെ. പിന്നെ പൂജ ഏതാ സബ്ജക്റ്റ് എടുത്തത്? ബയോളജി, BSc ബയോളജി അല്ലേ? ഓക്കെ. ശാലിനി ഏതാ എടുത്തത്? BSc കെമിസ്ട്രി ഓണേഴ്സ്. എങ്ങനെ സ്കോളർഷിപ്പ് പാർഷ്യലി ആണോ ഫുൾ ആണോ? ഫുൾ 100%. 100%. അതായത് ട്യൂഷൻ, അക്കോമഡേഷൻ, പിന്നെ ഫുഡ് എല്ലാം അല്ലേ? 100%. അഭിജയ്ക്കോ? ഞാനും BSc കെമിസ്ട്രിയാണ് എടുത്തത്. എനിക്ക് 75% അക്കോമഡേഷനും ട്യൂഷനും. ഫുഡിന് 0%. ഫുഡിന് 0% അല്ലേ? പക്ഷെ ഫുഡ് ചെറിയ പൈസക്ക് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിരുന്നു. നല്ല അല്ലേ, അഫോർഡബിൾ ആണ് ഫുഡ്. പിന്നെ എന്താണ്, ഹെൽത്തി ഫുഡ് ആണ്. അതൊരു വലിയൊരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഫെസിലിറ്റി എന്തൊക്കെയാണ്? ലൈബ്രറി പറ്റി പറയും. ലൈബ്രറി നല്ല ലൈബ്രറിയാണ്. അതാണ് ലൈബ്രറി അല്ലേ? ഇത് എല്ലാവർക്കും ആക്സസ് ഉണ്ട്. നമുക്ക് ബുക്ക് ബോറോ ചെയ്യാം. എന്നിട്ട് അവര് എല്ലാം നമ്മൾ ഇമെയിൽ വഴിയായിരിക്കും. ഡ്യൂ ഡേറ്റ് അവർ മെയിൽ ചെയ്യും. അപ്പോൾ നമുക്കന്ന് റിന്യൂ ചെയ്യാം വേണമെങ്കിൽ, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. സമയം എങ്ങനെയാ? ഏത് സമയം നിങ്ങൾക്ക്? അതോ ക്ലാസ് വൈസ് നിങ്ങൾക്ക് സമയമുണ്ടോ? എപ്പം വേണമെങ്കിലും നമുക്ക് വേണം. പിന്നെ നമുക്ക് ലൈബ്രറിയിൽ ഈ ഗ്രൂപ്പ് വർക്ക് എല്ലാം ചെയ്യാനുണ്ട്. ക്ലാസ് ഏത് സമയത്താണ് നിങ്ങൾ തുടങ്ങുന്നത്? ടൈമിംഗ് ഡിപ്പെൻഡ് ചെയ്യും. ഓരോ സ്റ്റുഡൻസിനും ഓരോ ക്ലാസ് സെഷൻസ് പോലെ വ്യത്യാസമായിരിക്കും. ഏകദേശം എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? ഏകദേശം 8:00 സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എല്ലാവർക്കും 8:00 ഉണ്ടാവണമെന്നില്ല. വൈകുന്നേരം 5 മണി വരെ ഉണ്ട്. 5 മണി വരെ ഉണ്ട്. പിന്നെ സ്പോർട്സും കാര്യങ്ങളും. എന്തൊക്കെയാണ് സ്പോർട്സ് ഇവിടെ ഉള്ളത്? ഞാൻ കണ്ടു ഇഷ്ടംപോലെ ബാഡ്മിന്റൺ, ഇൻഡോർ കോർട്ട്, TT, ബാസ്കറ്റ്ബോള്, ഗെയിംസ്, പിന്നെ ജിമ്മ്, ക്ലബ്ബ് അല്ലേ? അതുപോലെ ഈ മറ്റേ മ്യൂസിക് ആർട്ട്, അതിന് വേണ്ടിയിട്ടുള്ള എന്താ സൗകര്യം? ഉണ്ടല്ലേ? നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഫ്രീഡം എങ്ങനെയാണ്? നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇരിക്കാൻ പറ്റും. ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ പഠിക്കാനാണെങ്കിലും നിങ്ങളിപ്പോൾ എന്തൊരു ചിന്തിച്ചാലും ഒരിക്കലും അങ്ങനെയല്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഒരു തിയറി കേട്ട് കഴിഞ്ഞാൽ ആ തിയറി എല്ലാവരും പറഞ്ഞത് കൊണ്ട് അത് വിശ്വസിക്കേണ്ട. അത് പ്രൂവ് ചെയ്ത് നമ്മൾ കാണിച്ചു തരും. അതായത് പ്രാക്ടിക്കലിലൂടെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ എവിഡൻസിലൂടെ നമ്മൾ പഠിക്കും അല്ലേ? തിയറി നോക്കി പഠിക്കേണ്ട മാത്രമല്ല, പഠിത്തത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് പഠിക്കാൻ പറ്റും. രീതിക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് ഞാൻ നോക്കുമ്പോഴത്തേന് കുട്ടികളെല്ലാം രാത്രിയും പകലും എല്ലാം ഇങ്ങനെ പഠനമായിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നു, വർത്തമാനം പറയുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം. പക്ഷെ കുട്ടികളെ തന്നെ നിയന്ത്രിക്കുന്നു അല്ലേ? അതൊരു നല്ലൊരു കാഴ്ചപ്പാടാണ്. അതേപോലെ തന്നെ അക്കാദമിക് തലത്തിലെ ഫാക്കൽറ്റി, അത് ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ പരിചയപ്പെട്ടു കുറച്ച് പേര്. അത് ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ടീമാണ്. അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരുടെ സാധനം പകുതി അങ്ങ് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുതിയ തലമുറ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഇനി വരുന്ന നവോദയ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആ നാട്ടിൻപുറത്തുള്ള നമ്മുടെ കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ അവസരം, ഇത്തരത്തിലുള്ള അവസരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. എക്സാമും ഇന്റർവ്യൂവിനും വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷെ ഒന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും.
പക്ഷെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ല എക്സ്പോഷറാണ്. എല്ലാം NCBS, IISC അങ്ങനത്തുള്ള ഒരുപാട് സ്ഥലത്തേക്കുള്ള എക്സ്പോഷർ നമുക്ക് തരും. നമുക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ കയറിപ്പോവാം. വെരി ഗുഡ്. ഏതായാലും ഇത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങളിലൂടെ സാധാരണക്കാരായ ഈ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടി പിന്നെ പൈസേൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഇൻകം മാനദണ്ഡം ഉണ്ടെന്ന് അല്ലേ? എത്രയോ ലക്ഷത്തിൻ്റെ മേലെയുള്ളവർക്ക് ഫീ കൊടുക്കണം. പിന്നെ എത്ര 7 lakh എൻ്റെ മാനദണ്ഡം എന്താ? അതിന് താഴെയുള്ളവർക്ക് എനിക്ക് അത് നമ്മള് ബാങ്ക് സ്റ്റേറ്റ്മെന്റും അങ്ങനത്തെ നമ്മുടെ പ്രോപ്പർട്ടി എന്തെല്ലാം പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ക്രൈറ്റീരിയ വെച്ച്, അതായത് ഇക്കണോമിക്കലി ബാക്കിൽ നിൽക്കുന്ന കുട്ടികളെ ഫുൾ സപ്പോർട്ട് ഇവർ കൊടുക്കുന്നുള്ളത് അല്ലേ? ആ, ഗുഡ്. അതുപോലെ എല്ലാ തരത്തിലുള്ള ചാൻസും അവസരങ്ങളും എല്ലാം ഇവർ കൊടുക്കുന്നത് അല്ലേ? വെരി ഗുഡ്. ഒരാളും കൂടെ വരാണ്ട് നമ്മളെ എഡിൻബർഗിലേക്ക് പോയ അഭിനവ് അല്ലേ? അഭിനവ് നാളെ കാണാം. അഭിനവിൻ്റെ വേറെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ താങ്കളുടെ പേരെന്തായിരുന്നു? യുവർ നെയിം പ്ലീസ്? സാർത്ഥക്. Sarthak is taking this video for us, and it is helpful to the students, those who are studying in class 11th or 12th. They can think about the Azip Premji to get admission here. They can try and crack the examination. Wish you all the best. It is for a general awareness through our students, those who are the really brand ambassador of this കർത്ത ഇനിഷ്യേറ്റീവ്സ് അല്ല. നിങ്ങൾ വന്ന് കർത്ത ഇനിഷ്യേറ്റീവ് നിങ്ങൾ സെൽഫായിട്ട് ഇങ്ങനെ വന്നു. അങ്ങനെ ഇവർക്കുള്ള ഒരു നല്ലൊരു അവസരമാണ്. വേറൊരു കാര്യം എനിക്ക് അഭിമാനിക്കുന്നു, നമ്മുടെ കുട്ടികൾ എവിടെ എത്തിക്കഴിഞ്ഞാലും അവരുടേതായ ഡിസിപ്ലിനും കാര്യങ്ങളും കീപ്പ് ചെയ്യും. അതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു വരം അല്ലേ? ഗുരുദക്ഷിണ എന്നൊക്കെ പറഞ്ഞ് എവിടെ എത്തിക്കഴിഞ്ഞാലും ഇതുപോലത്തെ കുട്ടികളെ നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.